സ്വാഗതം മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക്. ഇത് കണ്ടല്ലോ, ഇത് ചേമ്പുംതാളാണ് കേട്ടോ. നല്ല പച്ച ചേമ്പുംതാൾ. അതും കുറച്ച് സവോള ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. തക്കാളിക്കയുടെ പകുതി ഇട്ടിട്ടുള്ളൂ, അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കാണാം, ഈ കിടപ്പുണ്ട് ഉണ്ടോ, കിടപ്പുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഇട്ട് വേവിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരുമാതിരി വെന്ത് കഴിഞ്ഞാൽ, ഒരു മീഡിയം വേവായി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യും. അതിനുശേഷം നമ്മൾ വേണ്ടി ഈ അരപ്പ് ഒന്ന് നല്ലതായിട്ട് അരച്ച്, അതായത് ചുവന്നുള്ളിയും കുറച്ച് ചുവന്നുള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളിയും എല്ലാം കൂടി കുറച്ച് 3 പേർക്ക് കഴിക്കാവുന്ന ഒരു അവിയലുണ്ടാക്കുകയാണ്. ചേമ്പുംതാൾ അവിയൽ. ഇത്തരം സംഗതികളേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇത് അരച്ചെടുക്കും. അപ്പം ഇച്ചിരി ജീരകപ്പൊടി ഒഴിച്ച് എല്ലാം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ട് ഇച്ചിരി ഉള്ളു. ഇനിയിപ്പം വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഓഫ് ചെയ്യാം. തേങ്ങ, ഈ അരപ്പ്, അതിച്ചിരി മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി കുറച്ച്, രണ്ടല്ലി ചുവന്നുള്ളിയും വെളുത്തുള്ളി, കുറച്ച് തേങ്ങയും, ഒരു 3 പേർക്ക് കഴിക്കാവുന്ന അവിയൽ ഉണ്ടാക്കുന്നു. അതിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുക. അരപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അടിയിട്ട് പൊട്ടിക്കുകയാണ്. നേരത്ത് അതിലോട്ട് ഈ തരം സൗണ്ടിലൊക്കെ കേൾക്കാം, പേടിക്കല്ലേ. ഒക്കെ ഒരു ട്രയലാണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത്. കുറച്ച് പച്ചമുളക് കൂടി ചതച്ച് മിക്സിക്കകത്തിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതാണ് നമ്മുടെ പരിപാടി. കൂടി ചേർത്ത് കലക്കി വിടുക. ഇതിവിടെ കിടന്ന ശകലം തേങ്ങയുടെ മണമൊക്കെ ഒന്ന് മാറാൻ മതി. തേങ്ങയുടെ മണം വേണം. അവിയലിൻ്റെയൊക്കെ കളറായിട്ടുണ്ട് ഇറക്കില്ല. ചേമ്പുംതാള് അങ്ങനെ കിടക്കും. കറിയൊക്കെ റെഡിയാക്കി ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പച്ച നിറമാണ് മൊത്തത്തിൽ. ആ താളുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇച്ചിരി നാറൊക്കെ ഉണ്ട്.